ഇബ്രാഹിം സാർത്ഥക് സിദ്ധാന്തിനെ പറ്റി കേട്ടോ? കേട്ടായിരുന്നു. മറ്റേ CBSE കണ്ടുപിടിച്ചത്. അതെ, ആക്ച്വലി സാർത്ഥക് സിദ്ധാന്ത് എന്ന് പറയുന്ന കുട്ടിക്ക് 17 വയസ്സേ ഉള്ളൂ. ഇബ്രാഹിമിനെക്കാടെ വേറെ 2 വയസ്സിന് മൂത്തത്. OSM സിസ്റ്റം ഇല്ലേ, അതായത് ഓൺ സ്ക്രീൻ മാർക്കിംഗ്, ഏത് 12th സ്റ്റാൻഡേർഡിന്റെ, അത് ഭയങ്കര പ്രശ്നമായല്ലോ. അതിനകത്ത് കുറെ പ്രശ്നങ്ങൾ വന്നിട്ട് ആരും ഒന്നും ചെയ്യാതിരുന്നപ്പം ഈ ഒരു ഒറ്റ കുട്ടി കാരണം CBSE ചെയർമാനെയും സെക്രട്ടറിയൊക്കെ മാറ്റി നിർത്തേണ്ടി വരെ വന്നത്. അവൻ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ CBSE വെബ്സൈറ്റിൽ കയറി ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അപ്പം ഈ OSM മാർക്കിംഗ് സ്കീമിങ്ങിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്ന ഒരു ടെക് കമ്പനി ഉണ്ട്. അവനാണ് കണ്ടുപിടിച്ചത്. CBSE അതിന്റെ റൂൾസിൽ 15ഓളം റൂൾസ് ഈ ഒരൊറ്റ കമ്പനിക്ക് ഈ ടെൻഡർ കൊടുക്കാൻ വേണ്ടി മാറ്റി. അതിനകത്ത് ഇപ്പൊ എന്തായാലും ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം എന്താണെന്നറിയോ? CBSE റൂൾസിലുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെക് കമ്പനിക്ക് കൊടുക്കുമ്പോൾ, ഇങ്ങനത്തെ ഒരു ടെൻഡർ കൊടുക്കുമ്പോൾ അവരൊരിക്കലും കരിമ്പട്ടികയിൽ പെട്ട ഒരു കമ്പനി ആകരുത്. അതായത് നേരത്തെ എന്തെങ്കിലും റോങ് ചെയ്തിട്ടുള്ള കമ്പനി ആവരുതെന്നുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് കഴിഞ്ഞ ഒരു ടേമിൽ പട്ടികയിൽ ഇല്ലാത്തവരായിരിക്കണമെന്നാക്കി. കാരണം ഇത് തെലങ്കാനയിൽ ഇതേ കമ്പനി ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓൺലൈൻ മാർക്കിംഗ് അല്ല, അതുപോലെ വിദ്യാഭ്യാസപരമായ വേറൊരു കാര്യം. അതുപോലെ തന്നെ വേറെ 15 കാര്യങ്ങൾ ഇവൻ കണ്ടുപിടിച്ചു. ലീഗൽ ലാംഗ്വേജിനെ പറ്റിയുള്ള ഡെഫിനേഷനകത്ത്, പെനാലിറ്റി സിസ്റ്റത്തിനെ പറ്റിയുള്ളത്, അങ്ങനെ 10-15 കാര്യങ്ങൾ CBSE ഒരൊറ്റ കമ്പനിക്ക് വേണ്ടി മാറ്റി എന്ന് ഇവൻ കണ്ടുപിടിച്ചു. ആദ്യം ഇത് ആരും ഇദ്ദേഹം പറയുന്നൊന്നും കേട്ടില്ല. പിന്നെ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി എടുത്ത് പോകാൻ, രാഹുൽ ഗാന്ധി ഇത് പുറത്തു കൊണ്ടുവരികയൊക്കെ ചെയ്തു. അങ്ങനെ CBSEക്ക് കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ഒരു കുട്ടി നിസർഗ് അധികാരി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 19 വയസ്സാണെന്ന് തോന്നുന്നു. അവൻ എന്ത് ചെയ്ത് CBSE വെബ്സൈറ്റ് അവൻ ഹാക്ക് ചെയ്തു. അവനൊരു എത്തിക്കൽ ഹാക്കറാ. ആ ഹാക്ക് ചെയ്തപ്പോഴാണ് അവൻ കണ്ടുപിടിച്ചത് ഒരു സാധാരണ ഒരു ഹാക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് പോലും ഹാക്ക് ചെയ്യാവുന്നത്ര സെക്യൂരിറ്റിയെ CBSE വെബ്സൈറ്റിനുള്ളൂ. മാർക്കുകൾ വരെ മാറ്റി മറിക്കാവുന്നതാണ്. അവൻ അതിനകത്തൊരു മ്യൂസിക് വരെ പ്ലേ ചെയ്തു. അത് അവനത് വീഡിയോ എടുത്തു. പക്ഷെ അവനത് ഇപ്പൊ മീഡിയയുടെ പുറത്തേക്ക് വന്ന് അവന്റെ മുഖമൊക്കെ കാണിക്കാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം അവൻ എന്തെങ്കിലും ചെയ്ത് കളയോ എന്നൊക്കെ പേടിച്ചിട്ട്. വേദാന്ത് ശ്രീവാസ്തവ, ഈ 3 ടീനേജേഴ്സ്, നിങ്ങളുടെ പ്രായത്തിലുള്ള, നമ്മൾ കളിയാക്കി ജെൻസി, പൂക്കി പിള്ളേർ എന്നൊക്കെ വിളിക്കുന്ന അവരാണ് CBSE ഇത്രയും വലിയ കാര്യങ്ങൾ പുറത്തു കൊണ്ട്. വേദാന്ത് ശ്രീവാസ്തവ എന്ന കുട്ടി 12ാം ക്ലാസ് എഴുതിയ കുട്ടിയാണ്. അവന്റെ പേപ്പർ എടുത്ത് അവൻ റീവാലുവേഷന് വേണ്ടി പേപ്പർ എടുത്തപ്പോഴാണ് മനസ്സിലായെന്ന് അവന്റെ പേപ്പർ അല്ല, ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസമാണ്, ഇനി സ്കാൻ ചെയ്ത് കയറ്റിയിരിക്കുന്നതൊക്കെ ഫോഗ്ഡ് ആണ് എന്നൊക്കെ മനസ്സിലാക്കി അവനാണ് ആദ്യമായിട്ട് ഇത് പുറത്തു കൊണ്ടുവന്ന് പറയുന്നത്. പക്ഷെ അപ്പൊ അവൻ പാകിസ്ഥാനിയാണ്, അവൻ ദേശദ്രോഹിയാണെന്ന് വരെ പറഞ്ഞു. അപ്പോഴും വീണ്ടും രാഹുൽ ഗാന്ധി ഓപ്പോസിഷൻ ലീഡർ വന്ന് അവനെ സപ്പോർട്ട് ചെയ്യുകയും പിന്നെ അങ്ങനെ കുറെ പേര് വന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് ഇപ്പൊ എന്തായാലും ഈ 3 കുട്ടികളും കൂടെ CBSE എല്ലാ ഇങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായിച്ചു. അതായത് നിങ്ങൾ പഠിക്കുന്ന സിസ്റ്റമാണ്, കുട്ടികൾ പഠിക്കുന്ന സിസ്റ്റത്തിനെ കുട്ടികൾ തന്നെ ക്ലിയർ ചെയ്തു എന്ന് പറയാം. ഇങ്ങനെയുള്ള യുവാക്കളെയാണ് നമുക്ക് വേണ്ടത്. സിസ്റ്റത്തിന്റെ പുഴുക്കുത്ത് എന്താണെന്ന് കണ്ടുപിടിച്ച കുഞ്ഞുങ്ങളാണ് അവര്. അത് തിരുത്താതിരിക്കാൻ സിസ്റ്റത്തിന് പറ്റില്ല. അങ്ങനെ വേണം കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ. ഓക്കെ.